അസ്സലാമലൈക്കും. ഫാത്തിമ പൊന്നൂസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുബിയുടെ സ്പെഷ്യൽ ബിരിയാണി ഇവിടെ റെഡിയായി കൊണ്ടിരിക്കുന്നു ഗൈസ്. ബിരിയാണി എന്താ ചെയ്യാ, ഞാൻ ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചതാ. എന്ത് ചെയ്യാം, മുബിക്ക് വിട്ടുന്നില്ല. മുബി പറഞ്ഞു ഞാൻ മുബി പറഞ്ഞു ഞാൻ തന്നെ ഉണ്ടാക്കുമെന്ന്. ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ദമ്മിടാൻ പോവുകയാണ് ഗൈസ്. കവിതി പുതിയ ഐഡിയ ആണല്ലോ മുബി, എനിക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ. ദമ്മിടെ ആള് ആര് പറഞ്ഞു നമുക്ക് ഇങ്ങനൊക്കെ ചെയ്യാലോ? അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടാവും, കാര്യമില്ല. അങ്ങനെ ചോറ് ദമ്മിൽ കിടക്കുകയാണ്. വഹാബ് വന്നിട്ടുണ്ട്. ദമ്മ് പൊട്ടിക്കാൻ പെട്ടെന്ന് സമയമായിരിക്കുന്നു. എൻ്റെ അക്ക വന്നിട്ടില്ല കേട്ടോ. അക്കാക്ക് വൈകുന്നേരത്ത് വരാൻ പറ്റുള്ളൂ പറഞ്ഞു. ശുക്കുമോന് പിന്നെ ഗൾഫിൽ പോയി. ബാക്കവി മുർഷിമോൾ എത്തിയിട്ടില്ല. ചിലപ്പം വരും, അല്ലെങ്കിൽ വൈകുന്നേരത്തെ വരികയെന്ന് പറഞ്ഞു. എന്തിയാ സൂപ്പർ ബിരിയാണിയാണല്ലോ ഡി. കാണുമ്പോൾ അറിയാട്ടാ, കഴിച്ചോക്കട്ടെ. വളമ്പിക്കൂട് അങ്ങോട്ട് വളമ്പിക്കൂട്. മുനീറാന്റെ സ്പെല്ലിംഗ് എന്താടാ? ഗുഡ്. വഹാബിന്റെ നല്ല പോലെ പറയ്. VA പതുക്കല്ലേ ഉറക്ക പറ. സലാന്റെ ഗുഡ്. ലൈബാന്റെ ഗുഡ്. അപ്പോ ഞാൻ വീട്ടിൽ നിന്ന് ഞാനും കൊച്ചുമോളെവിടെ ഇതാ, കൊച്ചുമോള് ഇതാ മുബിക്ക് എന്തോ റെഡിയാക്കി കൊടുക്കണം. എന്താ പറഞ്ഞ എന്താ പറ്റി കൊച്ചുമോളെ? അപ്പോൾ ഞാനും കൊച്ചുമോളും മുബിയും കൂടിയിട്ട് പട്ടാമ്പി പോവാണ് കേട്ടോ. പൊന്നും മോൾട്ടിയൊക്കെ ഇതാ ഇവിടെ, സ്ഥലമൊക്കെ ഇതാ ഞങ്ങളെ യാത്ര അയക്കാൻ വേണ്ടി ഇരിക്കണം. പൊന്നു ടാറ്റാട്ടിക്ക. പൊന്നും ഫാത്തിമയും മോൾട്ടിയൊക്കെ ഞങ്ങളെ യാത്ര അയക്കാൻ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് പട്ടാമ്പിക്ക് പോവാണ് കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ നാളെ പൊന്നൂൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പൊന്നൂൻ്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് എടുക്കണം. അവൾ സക്കാത്ത് പൈസ കിട്ടിയത് കൂട്ടിച്ചിട്ടുണ്ട് ഡ്രസ്സ് മേടിക്കാൻ. അപ്പോൾ ഡ്രസ്സ് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പിന്നെ ചെറിയൊരു കേക്കും ഉണ്ടാക്കണം. 500 സബ്സ്ക്രൈബേഴ്സായിട്ട് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ബർത്ത്ഡേക്കാണ് കേക്ക് മുറിക്കണമെന്ന്. അപ്പോൾ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ പട്ടാമ്പിക്ക് ഡ്രസ്സ് കൊടുക്കണം, കേക്കിനുള്ള സാധനം വാങ്ങണം. മുബി ഉണ്ടാക്കും കേക്ക്. അപ്പോൾ അങ്ങനെ പോവാണ് കേട്ടോ. എന്താ പൊന്നോ? സക്കാത്ത് പെട്ടിന്ന് പൈസ എടുക്കേണ്ടി വരും. ഉമ്മച്ചിറയിൽ കാശ് കുറവാ. അപ്പൊ ടാറ്റാ.
പൊന്നു മോൾട്ടി ടാറ്റാ. എവിടെ ഞങ്ങള്? ടാറ്റാ. നിക്ക് ഞാനുണ്ട്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പൊന്നൂന് ഡ്രസ്സൊക്കെ എടുത്ത് മുബിക്ക് 2 നിക്കാബൊക്കെ മേടിച്ച് ഞങ്ങൾ ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇനി ലാസ്റ്റ് ബസ് ടോണത്തേക്കുള്ള ബസ് ലാസ്റ്റ് ബസ്സാണ്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടിരിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല. പിന്നെ ഓട്ടോ വിളിച്ച് പോകേണ്ടി വരും. ഇവിടെ നിന്ന് അങ്ങോട്ട് ഓട്ടോ വിളിച്ച് പോകണമെങ്കിൽ കുറച്ച് കാശൊക്കെ ആവും. അപ്പോൾ ബസ് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ടോണത്തെല്ലാം ഇറങ്ങണം, കറുകപത്തൂർ ഇറങ്ങണം കേട്ടോ. കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട് കറുകപത്തൂരിൽ നിന്ന്. പട്ടാമ്പിയിൽ നിന്ന് മേടിക്കാൻ പറ്റിയിട്ടില്ല. പട്ടാമ്പിയിൽ നിന്ന് മേടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ബസ് കിട്ടില്ല കറുകത്തൂർക്കുള്ള. അപ്പോൾ പിന്നെ ഞങ്ങൾ വേഗം ബസ് കയറി പോന്നു. ബസ്സിൽ കയറിയപ്പോൾ തന്നെ ഞാനാകെ ടയർഡായിരിക്കും കേട്ടോ. ഞാൻ മുബിയുടെ മേലെ അങ്ങനെ കിടന്നിക്കുക. ഞാൻ അറിഞ്ഞിട്ടില്ല, അവളെടുത്ത് വീഡിയോ എടുത്തതാണത്. എനിക്ക് ഭയങ്കര ക്ഷീണം, ഫുള്ള് യാത്രയായ കാരണേ. അങ്ങനെ കറുകപത്തൂർ ഇറങ്ങിയ വഴിക്ക് തന്നെ അവിടെ സെൻറ്ററിലൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ കയറിയിട്ട് നിസ്കരിക്കാൻ നിന്നു. ഇനിയിപ്പോൾ വീട്ടിലേക്ക് എത്തുമ്പോൾ നിഷാവ് വാങ്ങിക്കൊടുക്കും. അങ്ങനെ ആ വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ശേഷം ഉപ്പ ATM ക്യാഷ് അയച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത്. അപ്പോൾ മുബി ATM അവിടേക്ക് ക്യാഷ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ, കറുകപത്തൂർ സെൻറ്ററിൽ തന്നെ. അപ്പോൾ ഞാനും കൊച്ചുമോളും കൂടിയിട്ടാണ് ബസ് സ്റ്റോപ്പിലിരുന്ന്. അത് കഴിഞ്ഞ് വന്നിട്ട് കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ മാർക്കറ്റിൽ കയറി. എന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് ഒരു ഐസ്ക്രീമും മേടിച്ചിട്ട് അവിടെ നിന്ന് കഴിച്ചു കേട്ടോ. എന്നിട്ട് അവിടെ ബസ് സ്റ്റോപ്പിലിരുന്ന്. എന്നിട്ട് ബാക്കവി വന്ന് നോക്കുമ്പോൾ ബാക്കവി മുർഷിയും വന്നിട്ടുണ്ടായിരുന്നു. അവർ ഞങ്ങൾ അവളില്ല, ബാക്കവി വിളിക്കാൻ വേണ്ടി വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തിയിട്ടോ. സമാധാനമായി. ചക്ക ഇതെവിടുന്നാ? ചക്ക എവിടുന്നാ? ഇത് ഒരു കഷ്ണം ചക്ക കുറച്ച് മുളം വന്നതാ. അടിപൊളി വരിക്ക ചക്കയാണല്ലോ. നിങ്ങൾ വരുമ്പോഴത്തേനും പച്ചക്കാന്ന് വരും. സലമോനെ എന്താ കളിക്കണ്? എന്ത് ജിറാഫ് കളിക്കുക? ഫുള്ളിന്ന് പിന്നെ അങ്ങനെ ഇതാക്കണമെന്ന് ഇപ്പം എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാ. ഞാൻ പിന്നെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിന്നാൽ ഫുള്ള് ബ്ലറാക്കേണ്ടി വരും. അതാ പിന്നെ വീഡിയോസ് നിൽക്കാൻ. ഇവിടെ ഫുള്ള് എല്ലാവരും കൂടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുത്ത എല്ലാവർക്കും അതൊരു ഡിസ്റ്റർബൻസ് ആവും. അത് കാരണം പിന്നെ അങ്ങനെ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. ഇവിടെ എല്ലാവരും കൂടിയിട്ട് ആകെ ജഗ പുകയാണ് അല്ലേ മുഹമ്മദ് മോനെ? മുർഷിമോളും ബാക്കവിയും പിന്നെ അപ്പോൾ വന്നിട്ട് റെസ്റ്റ് എടുക്കണം. അവരിപ്പോൾ വന്നിട്ടുള്ളൂ. പിന്നെ മുബിയും ഞാനും മുർഷിയും എല്ലാവരും കൂടിയിട്ട് ഇവിടെ ഇങ്ങനെ സംസാരിക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു വൈബിലാണ്. കുട്ടികളൊക്കെ ഫുള്ള് കളി അല്ലേ. ഇവ മാത്രം വേറെ, പെണ്ണുങ്ങളൊക്കെ വേറെ, ഇവ ഒറ്റക്കൊരാണ് അല്ലേ സല? ഈ മോൾട്ടിയെ സുന്ദരിയായിണ്ടല്ലോ. ഇപ്പോൾ സമയം എത്ര മണിയാ? 10:30 മണി കഴിഞ്ഞു അല്ലേ മോൾട്ടിയെ? എങ്ങടാണ് നമ്മൾ ഒരുങ്ങണത്? ഉറക്ക പറ. അപ്പം ഞങ്ങൾ നൈറ്റ് ഡ്രൈവിന് പോവാൻ നിൽക്കുകയാണ് അല്ലേ. ആദ്യമായിട്ടല്ലേ നമ്മൾ പോണത്? അബി പറഞ്ഞില്ലേ പോവാൻ നമുക്കെന്ന്. അപ്പം നമ്മളെല്ലാവരും കൂടിയിട്ട് എവിടേക്കാണ് പോണത്? പൊന്നു മാറ്റിയില്ലേ? പൊന്നുവോ എവിടെ? ഷോള എവിടെ? മുടി കെട്ടല് പുതിയതാ? വേറെ ഷോളില്ലേ? ഇതിട്ടോ? അതെ. എന്നാ എൻ്റെ കഴിഞ്ഞു അല്ലേ? താത്താൻ്റെ കഴിഞ്ഞോ മാറ്റില്? കുളിക്കേ? ഉമ്മച്ചി മാറ്റാം. ഉമ്മച്ചിക്ക് വയ്യ. അങ്ങനെ ഡ്രസ്സ് എടുക്കാനൊക്കെ പോയി വന്നപ്പോഴത്തേനും കുഴഞ്ഞ് ഞാൻ. കൊച്ചുമോള് പോവാന്ന് പറഞ്ഞപ്പോൾ പോവാന്ന് പറഞ്ഞു മാത്രം. ആഗ്രഹമൊക്കെ ഉണ്ട്. മോട്ട് സൂചിപ്പിന്നെ കുത്തണ്ട, ഇവിടെ കഴുത്തിൽ കുത്തണ്ടായിട്ട് നോക്കിയിട്ട് കുത്തിക്കോ. ഇപ്പൊ 11 മണിയായിട്ടോ. സ്ഥലമോളെ നമ്മൾ പോവല്ലേ നൈറ്റ് ഡ്രൈവില്ലേ? കാറൊക്കെ റെഡി ആയിട്ടുണ്ട്, എല്ലാവരും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ്.
ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പോകണം കേട്ടോ. ബാക്കവിയുടെ കാർ അത്. ബാക്കവി മുർഷിമോളും പിന്നെ ഉമ്മയൊന്നും ഇല്ല. കാരണം അമ്മക്ക് വയ്യ. അവരൊക്കെ ട്രിപ്പ് പോയി വന്നിട്ടുള്ള 4 ദിവസം. ഇപ്പോൾ എന്താ പറയുക, 4 ദിവസം എവിടേക്കടി പോയത്? എവിടേക്ക പോയി? ഏർവാടി അല്ലേ. ആ ഏർവാടി പോയി വന്നിട്ടുള്ള ക്ഷീണം മാറിയിട്ടില്ല. അപ്പോൾ ഞങ്ങളാണ് എവിടേക്കും പോവാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ പോവാണ് കേട്ടോ. ഇറങ്ങി എല്ലാവരും ഇറങ്ങി. മോൾട്ടി മോന് കാർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കട്ടോ. ഫാത്തിമ പൊന്നിറങ്ങിക്ക. പൊന്നിറങ്ങ ഇല്ലേ? ഫാത്തിമ, പൊന്നു, ഞാന്, മോൾട്ടി, മുബി, പിന്നെ ഇതാ കൊച്ചുമോളിവിടെ റെഡി ആവുന്നുണ്ട്. മുബി ഇതവിടെ റെഡി ആവുന്നുണ്ട്. മുബി സെറ്റായില്ലേ? ഇറങ്ങല്ലേ? അതെ അമ്മ ഞങ്ങള് പോവാട്ടെ. അസ്സലാമലൈക്കും.